ഹലോ ഗായ്സ്. ഇപ്പോൾ ഇവിടെ പാട്ട് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ നോയ്സ് എത്രത്തോളം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് മലേഷ്യയിലെ കുലാലംപൂറുള്ള സൈലോൺ സ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. agoda.com ഞാൻ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട്, എന്നാലും കുറച്ച് റേറ്റ് കൂടുതലാണ്. എന്നാലും കുറച്ച് ലക്ഷൂറിയസ് ആണ്. നമുക്ക് പറ്റിയറിയില്ല. ഞങ്ങൾ 3 ദിവസം സെയിം ഹോട്ടൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിന് വന്നിട്ട് അറൗണ്ട് 8500 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഇൻട്രോ തന്നെ ഞാനിവിടെ മലേഷ്യയിൽ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. കാരണം ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെയും ഈ ഒരു 37 ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെക്കൗട്ട് ചെയ്തതിന് 6 മണിക്കാണ് ഫ്ലൈറ്റ്, 6:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഒരുപാട് സമയം എന്ന് പറയുമ്പോൾ ഇന്നൊന്നും പോകുന്നില്ല. ഞങ്ങൾ ആദ്യം പുത്രജയ പോകാമെന്ന് ജസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ടൈമൊന്നും ഇല്ല. ഞങ്ങൾ പോയി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. പിന്നെ അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി ടൈമുണ്ട്. ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് പയ്യെ KL സെൻറ്ററിൽ പോയി പിന്നെ നമുക്ക് ബസ് എടുത്തിട്ട് നമ്മുടെ ടെർമിനൽ ക്ലിയർ 2 പോയാൽ മതി. അപ്പോൾ 6:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഒരു 4 മണിക്ക് അവിടെ എത്തിയാലും മതി. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങണ്ട. 1 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ, 1.5 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ 2 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം അതാണ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങൾ ഒരു പാക്കേജും എടുക്കാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതെല്ലാം വന്ന് കണ്ടുപിടിച്ച് ഇവിടെ 4 ദിവസം സ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുള്ളത്. പക്ഷേ അതിപ്പം പോസിബിൾ ആണെന്ന് മനസ്സിലായി. നമ്മളത് ചെയ്ത് കഴിയുമ്പോഴാണ് അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഓക്കെ, ഇനിയും എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പലതും വിചാരിക്കും അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടിട്ടാണ് നമ്മൾ പലരും ബാക്കിലോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ മലേഷ്യയിൽ നമുക്ക് പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, 3 ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് നമ്മളിവിടെ കാണിക്കണം. പിന്നെ ഒരു MDAC ഫോം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ വിസ ഒന്നുമില്ല. MDAC ഫോം കറക്റ്റ് ആയിരിക്കണം. പിന്നെ പാസ്പോർട്ട് 6 മാസം വാലിഡിറ്റി വേണം. അത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഗിജോൻ്റെ പാസ്പോർട്ട് 6 മാസം എക്സ്പയർ ആയിപ്പോയി. 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ എക്സ്പയർ ആയിപ്പോവും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പുതുക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കുറേ പാക്കേജുകാരോട് എല്ലാം തിരക്കി. അപ്പോൾ കുറേ അവർ ഐറ്റ്നറീസ് അയച്ചു തരുമല്ലോ. അപ്പോൾ അയച്ചു തരുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ പ്ലേസസ് പോകണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. പിന്നെ അവരയക്കുന്ന ഹോട്ടൽ 30,000 രൂപയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ, 2 പേർക്കും കൂടിയിട്ട്. ജസ്റ്റ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഹോട്ടൽ സ്റ്റേ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയാണ് അവരുടെ ഇൻക്ലൂഡിൽ വരുന്നത്. അത് 3 ഡേയ്സ് മാത്രമേ പോകുള്ളൂ. 4th ഡേ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഷോപ്പിംഗ് ആണ്. അത് നമ്മൾ തന്നെ പൊക്കോളാനാണ് അവർ പറയുന്നത്. കുറച്ചുകൂടി ലക്ഷറീസ് ആയിട്ട് എടുത്ത് അവരെല്ലാം കൊണ്ട് ആക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കായത് 31,000 ഫ്ലൈറ്റ്, പിന്നെ 8,000 എന്നിട്ട് 8,500 വന്നിട്ട് സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ. 3 ദിവസത്തേക്ക് ഞങ്ങൾ സെയിം തന്നെ എടുത്തു. കാരണം ഞങ്ങൾക്ക് വീണ്ടും ചെക്കൗട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒരു ദിവസം ഫുൾ വേസ്റ്റ് ആകും. അതുകൊണ്ട് 3 ദിവസം ഞങ്ങൾ സെയിം സ്റ്റേ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ പാക്കേജ് എടുത്ത് പോയാൽ കുഴപ്പമില്ല. നമ്മുടെ ലഗേജൊക്കെ ആ ഒരു കാറിൽ തന്നെ വെക്കാമല്ലോ. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ 3 ദിവസം സെയിം ഹോട്ടലിൽ തന്നെ സ്റ്റേ എടുക്കാൻ നോക്കുക. പിന്നെ ബുക്കിറ്റ് ബിങ്താങ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ തന്നെ, ബുക്കിറ്റ് ബിങ്താങ് അല്ലേ, ഞങ്ങളുടെ ഏരിയ വന്നിട്ട് മസ്ജിദ് ജമേക്ക എന്നാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആ മെട്രോ സ്റ്റേഷൻ്റെ പേരുകളെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ബുക്കിറ്റ് ബിങ്താങ് ആണ് മെയിൻ ഈ ഒരു ചൈന ടൗൺ, സെൻട്രൽ മാർക്കറ്റ്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. ഈ ഒരു ടിൻ ടവർ വരുന്നത് KLCC. പിന്നെ നമ്മുടെ ഹോട്ടൽ വന്നിട്ട് ജസ്റ്റ് നിയർ, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു KL ടവർ കാണാനായിട്ട്. ഞങ്ങൾ അക്വേറിയം പോയില്ല, കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് അക്വേറിയം പോയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഞാൻ ഇവിടെ ഓരോ ദിവസത്തെ എവിടെയൊക്കെ പോയി എല്ലാ ഐറ്റ്നറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഞങ്ങൾ എങ്ങനെയാണ് ബഡ്ജറ്റിൽ പോയി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഹോട്ടലും പറഞ്ഞു, ഫ്ലൈറ്റും പറഞ്ഞു. ഇപ്പോൾ രണ്ടും കൂടി നമുക്ക് 40 കൂട്ടാം, 40,000 കൂട്ടാം. പിന്നെ ഞങ്ങൾ ഒരു 1,000 റിംഗറ്റ്
ജസ്റ്റ് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത്. ഇവിടെ ഒരു ഷോമണിയായിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ആരും തന്നെ ചോദിച്ചില്ല കേട്ടോ, എയർപോർട്ടിൽ ആരും ചോദിച്ചിട്ടില്ല. അപ്പം അറൗണ്ട് നമ്മുടെ നാട്ടിൽ ഒരു 21,000 രൂപയാണ് നമ്മുടെ 1000 റിംഗറ്റ്. നിങ്ങൾ 2 കപ്പിൾസായിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു മെട്രോയൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു റിംഗറ്റിന് 1000 റിംഗറ്റ് മതി. 1000 റിംഗറ്റിൽ തന്നെ നിങ്ങൾക്ക് കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, ഏത് സ്ഥലങ്ങളാണെന്നൊക്കെയുള്ള ഞാൻ ബാക്കി വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റിൽ കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എല്ലാ മാർക്കറ്റുകളും ഞാൻ കവർ ചെയ്തിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു. അപ്പോൾ എത്രയായി? 60,000 ആണ് ഞങ്ങൾക്ക് 2 പേർക്ക് ഞാൻ കൂട്ടിയത്. പിന്നെ ജസ്റ്റ് കാർഡ്, ഒരു ഇൻ്റർനാഷണൽ കാർഡ്, എന്തെങ്കിലും ഒരു കാർഡ് അത് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. മേ ബി ഇപ്പോൾ എല്ലാ സ്ഥലവും, ഇപ്പം ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയുന്നൊരു അടിപൊളി സ്ഥലം, അവിടെ കേബിൾ കാർ ടിക്കറ്റ് എടുക്കാനായിട്ട്, പിന്നെ ബസ് ടിക്കറ്റ്, അവിടെ നിന്ന് തിരിച്ച് ബസ് ടിക്കറ്റ് എടുക്കാനായിട്ടും ഒക്കെ നമ്മുടെ കാർഡാണ് ഞാൻ യൂസ് ആക്കിയത്. കാരണം അവിടെ ചില സ്ഥലത്ത് പൈസ എടുക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളൊരു കാർഡ് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ടിക്കറ്റൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. എൻ്റെ ICC കാർഡാണ് അത്. നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് മാറ്റേണ്ടിയൊന്നും വന്നില്ല. ആ ഒരു കാർഡിൽ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആപ്പിൽ, ICC ആപ്പിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു സെറ്റിങ്സ് ഓണാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് ഓണാക്കി ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ഇവിടെയും യൂസ് ചെയ്യാം, നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു കേട്ടോ. വേറെ കാർഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര കുറച്ച് റേറ്റ് ആവും തോന്നും. ഓക്കെ, അങ്ങനെ ഒരു കാർഡ് വെച്ചേക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി എന്തെങ്കിലും യൂസ് വന്നാലോ. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബസ് ടിക്കറ്റ് എടുക്കാനായിട്ട് നോക്കിയപ്പം അവിടെയും കാർഡായിരുന്നു, അപ്പോൾ അത് കാർഡ് യൂസ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചേക്കുക. ബാക്കി എല്ലായിടത്തും ക്യാഷ് എടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ മെട്രോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എല്ലാ മെട്രോ സ്റ്റേഷനിലും അവരുടെ ഒരു കസ്റ്റമർ സർവീസ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബസ് കാർഡ്, മെട്രോ കാർഡ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവർ തന്നെ എടുത്തരും. വെറും ഒരാൾക്ക് വന്നിട്ട് 20 റിംഗറ്റാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 പേർക്ക് ഞങ്ങൾ 40 റിംഗറ്റ് കൊടുത്ത് ആ ഒരു കാർഡ് എടുത്തു. ആ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബസ്സായാലും മെട്രോ ആയാലും എവിടെ ആയാലും നമ്മളത് ജസ്റ്റ് ടാപ്പ് ചെയ്യത്തില്ലേ, അങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. അതൊന്ന് ഓരോ തവണ പോകുമ്പോഴും ജസ്റ്റ് 1 റിംഗറ്റ് വീതം കട്ടായിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഏതൊരു ബസ് കാർഡിൻ്റെ കാര്യം വരെ പറഞ്ഞു. എന്തൊരു ഭാഗ്യമല്ലേ മലേഷ്യ ഇരുന്ന് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ആവണ്ടെന്ന്. ഇവിടെ ഒരാൾ കാണിച്ചു, ഒരു പോകുന്നതിന് മുമ്പ് ഒരു ഉറക്കം പാസ്സാക്കിയിട്ട് പോകാന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നല്ലൊരു അറ്റ്മോസ്ഫിയർ വീഡിയോ എടുക്കാൻ. അതുപോലെ നല്ല വെളിച്ചം, എന്താ ഇതല്ലേ, നല്ല ലക്ഷൂറിയസ് ഫീലും ഉണ്ട്. അപ്പോൾ ആ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 20 റിംഗറ്റ്സ് നമ്മുടെ ആ കാർഡിലുണ്ട്. നമുക്ക് മെട്രോ യൂസ് ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ കയറുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ്സിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ബിന്ദാങ്, ഞാൻ എല്ലാ വീഡിയോയും ഇടാം കേട്ടോ. ആ ബസ്സിൽ എങ്ങനെയാണ് കയറുന്നതും ട്രെയിനിൽ കയറുന്നതും എല്ലാം ഞാൻ ബാക്കി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് 1 റിംഗറ്റാണ് ബസ്സിൽ കയറുമ്പോൾ കട്ടാവുന്നത്. മെട്രോയിൽ സ്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് 1 റിംഗറ്റും 2 റിംഗറ്റും ഒക്കെ കട്ടാവുന്നത്. കുറച്ചുകൂടി ഡിസ്റ്റൻസ് ആണ്, ഭയങ്കര വലിയ എമൗണ്ട് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും പോകാൻ ഇങ്ങനെ ഗ്രാബ് പിടിക്കുമ്പോഴത്തേക്കും ഗ്രാബിൽ നമുക്ക് 10ഉം 15 റിംഗറ്റ്, കുറച്ച് ഡിസ്റ്റൻസ് ആണെങ്കിൽ 20 റിംഗറ്റ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു മാപ്പ് ഉണ്ട്, ആ ഒരു ട്രെയിനിൻ്റെ മെട്രോയുടെ മാപ്പ് ഉണ്ട്. ആ മാപ്പ് ജസ്റ്റ് നിങ്ങൾ കയ്യിൽ വെച്ചേക്കാം. ആ മാപ്പ് നോക്കിയാണ് ഞങ്ങളെല്ലാം പോയത്. പിന്നെ ഒരു ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ഒരു മലയാളി ചേട്ടനെ ഞങ്ങൾ കണ്ടുകൊണ്ട് ആളെല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ആളുടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. ജസ്റ്റ് പ്ലേസസ് ഒക്കെ നോക്കി ഇവിടെ വന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ആൾ ഞങ്ങൾ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയി മെട്രോ ഒക്കെ കയറ്റി എങ്ങനെയാണെന്നൊക്കെ. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ ഇറങ്ങാതെ ദൂരെ ഇറങ്ങി നടന്നാണ് ഈ ഹോട്ടലിലേക്ക് വന്നത്. അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റി, പക്ഷെ ആൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ എന്താ പറയുക, ബാക്കിയുള്ള 3 ദിവസം നല്ല രീതിയിൽ അത്യാവശ്യം പ്ലേസസ് കവർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു കാർഡ് എടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ആ 20 റിംഗറ്റ് തീരാറാവുമ്പോഴത്തേക്ക് ഒരു 4 റിംഗറ്റൊക്കെ ബാലൻസ് വരുമ്പം ഏത് സ്റ്റേഷനിലാണോ പോകുന്നത് അവിടെ കാണിച്ച് നമ്മളൊരു 10 റിംഗറ്റിന് മിനിമം 10 റിംഗറ്റാണ് ചാർജ് ചെയ്യുക, 10 റിംഗറ്റിന് ചാർജ് ചെയ്യുക. പിന്നെ എല്ലാ മെട്രോ സ്റ്റേഷനിൽ പോവുക. ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ നോക്കുക. നിങ്ങൾക്ക് ആ ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. KL സെൻട്രലിൽ പോയാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. KL സെൻട്രലിൽ പോകേണ്ട ആവശ്യം വരില്ല. മിക്കപ്പോഴും ബുക്കിറ്റ് ബിങ്താങ് ആണ് നമ്മുടെ എന്താ പറയുക
ബുക്കിത് ബിന്താങ്ങിലാണ് ജലാനലോർ എന്ന് പറയുന്ന ഫുഡ് സ്ട്രീറ്റ് കേട്ടോ. പിന്നെ പസസിനി എന്ന് പറയുന്ന എന്താ പറയുക, മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് നമ്മുടെ ചൈന ടൗണും സെൻട്രൽ മാർക്കറ്റും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം പോയി നോക്കാം. പിന്നെ എന്താ, ഞങ്ങൾ പോയി, ഞാൻ ഒരു പറഞ്ഞില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 2 റിങ്കറ്റിന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ചോക്ലേറ്റ്സ് എല്ലാം കിട്ടും. അപ്പോൾ അവിടെ ക്വിൽ സിറ്റി മോളിലാണിത്, ക്വിൽ സിറ്റി മോൾ കേട്ടോ. അപ്പോൾ ആ ഒരു മോളിൽ പോവുക. അതും ഇവിടെ നിന്ന് നമുക്ക് 2 ട്രെയിന് മെട്രോ മാറി കയറണം. അത് നിങ്ങൾക്ക് നോക്കി, ആ മാപ്പ് നോക്കി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ ഭയങ്കര ഈസിയാണ്. ഇപ്പം നമുക്ക് എവിടെ പോകണമെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് പോകുന്നതും ഗ്രാബൊന്നും പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മെട്രോ കയറിയ KL സെൻട്രലിൽ ഇറങ്ങുക. അവിടെ താഴെ തന്നെ ബസ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഉണ്ട്. നമുക്ക് ക്ലിയ 2 ഇറങ്ങാം. ക്ലിയ 2 നമ്മൾ ബസ്സിലാണ് വന്നത്. അത് ജസ്റ്റ് എത്രയാണ്, ഒരാൾക്ക് ജസ്റ്റ് 12 റിങ്കറ്റ് എന്തോ ആണ് ആയത്. ഏകദേശം 1 മണിക്കൂറില്ല, 45 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞതെല്ലാം ഇതിൽ റെക്കോർഡായോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ ഒന്ന്. ഓക്കെ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, പോകുന്ന പ്ലേസസ് നിങ്ങളൊന്ന് ജസ്റ്റ്, ഞങ്ങൾ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായി, ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ അന്ന് ഞങ്ങൾ ബാത്തു കേവ്സ് പോയി. പിന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ എന്താ പറയുക, ഈ ഒരു ഫുഡ് സ്ട്രീറ്റുകളെല്ലാം കവർ ചെയ്തു. പക്ഷേ നമ്മുടെ ഈ ഒരു ഐറ്റിനറി ഇവർ തരത്തില്ല. അവർ തരുന്നതിൽ ബാത്തു കേവ്സ്, ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയുന്നത്, അത് ഞങ്ങൾ ഇന്നലെയാണ് പോയത്. അത് ഞങ്ങൾ രാവിലെ തന്നെ പോയി കേട്ടോ. അത് രാവിലെ പോകുന്നതാണ് നല്ലത്, കാരണം 10 മണിക്കാണ് അവിടെ നിന്ന് ബസ് എടുക്കുന്നത്. പിന്നെ 12 മണിക്കേ ഉള്ളൂ. അപ്പം നിങ്ങൾ അത് നോക്കിക്കോളാം. 9:30-ക്കെങ്കിലും ആ ഒരു തിത്തിവങ്സ എന്ന് പറയുന്നൊരു സ്റ്റേഷനുണ്ട്, ആ ഒരു സ്റ്റേഷനിൽ എത്താൻ നോക്കുക. എവിടെ നിന്നായാലും തിത്തിവങ്സ എന്നുള്ള മെട്രോ നോക്കി പോയാൽ മതി. ഞങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് 2 സ്റ്റോപ്പിൽ തിത്തിവങ്സ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾക്കൊരു ബസ് സ്റ്റേഷനുണ്ട് തിത്തിവങ്സ. അവിടെ ജെൻഡിങ് ഹൈലാൻഡ് ബസ്സുണ്ട്. അവിടെ നിന്ന് ആ ബസ് എടുത്തിട്ട് നേരെ ജെൻഡിങ് ഹൈലാൻഡ് പോവുക. അവിടെ നിന്നാണ് നമുക്ക് കേബിൾ കാർ ടിക്കറ്റ് എടുത്ത് കേബിൾ കാറിൽ കയറി. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജെൻഡിങ് ഹൈലാൻഡ് നിങ്ങൾ മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വേറൊരു സ്ഥലമാണ്. ഒരു 2 മണി സമയത്തും അവിടെ മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞും തണുപ്പും. ഇവിടുത്തെ ക്ലൈമറ്റേ അല്ല, അവിടെ വേറൊരു ക്ലൈമറ്റ്. ആ ഒരു കേബിൾ കാറിൽ പോവാട്ടോ, അടിപൊളിയാണ്. കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പോയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ നാഷണൽ സ്ക്വയർ, ആ ഒരു സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. അതൊക്കെ കവർ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ദിവസം അതിനെടുക്കേണ്ടി വന്നു, കാരണം ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങളെ ടിൻ ടവർ മോർണിംഗ് വ്യൂ അതാണ് നമ്മൾ കണ്ടത്. ടിൻ ടവർ നമ്മൾ വീണ്ടും ഇന്നലെ ജെൻഡിങ് ഹൈലാൻഡ് പോയിട്ട് വന്നിട്ട്, ബാത്തു കേവ്സ് വന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ നൈറ്റ് വ്യൂ കാണാൻ പോകണം കേട്ടോ. ടിൻ ടവർ സൂപ്പറാണ്. അപ്പോൾ അത് കാണാൻ പോയി. പിന്നെ ഒരു ദിവസം എല്ലാ ഈവനിങ്ങും നിങ്ങൾ പ്ലാൻ ചെയ്തോളാം, ഓരോ ഈവനിങ്ങും എവിടെ പോകുന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ഈവനിങ് നമ്മൾ മാർക്കറ്റുകളെല്ലാം പോയി. സെക്കൻഡ് ഈവനിങ് നമ്മൾ ടിൻ ടവർ കാണാൻ പോയി. പിന്നെ അതിന് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മോളിലോ ഷോപ്പിങ്ങിനൊക്കെ കയറി പോവുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത എന്താണ്, ഇന്നലെ ഈവനിങ്ങും നമ്മൾ എവിടെ പോയി? ഇന്നലെ ഈവനിങ് ഞങ്ങൾ ജെൻഡിങ് ഹൈലാൻഡ് കയറിയിട്ട് തിരിച്ച് ബുക്കിംഗ് ബിന്താങ്ങിൽ ഇറങ്ങി. ജലാനലോർ ഫുഡ് സ്ട്രീറ്റ് കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഒന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് ജ്യൂസ് മാത്രം കുടിച്ചുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു ഫുഡ് സ്ട്രീറ്റ് എല്ലാം കണ്ടു. ആ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് നടന്നാൽ മതി, നമ്മുടെ ഹോട്ടലെത്തും. അപ്പോൾ ഫുൾ നടന്ന് നമ്മളിങ്ങനെ വന്നു. നിങ്ങൾക്ക് ഈ സ്ട്രീറ്റിലൊക്കെ നടന്നു പോകുന്ന ഡിസ്റ്റൻസിൽ ഹോട്ടലെടുത്ത് അടിപൊളിയായിരിക്കും. ഞാൻ ഒരു ഓപ്ഷൻ പറയുന്ന ഈ സെയിലോൺ സ്യൂട്ട്സ് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടന്നു പോകാം, ഫുഡ് സ്ട്രീറ്റിലേക്ക് നടന്നു പോകാം. ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോയാൽ എന്താ പറയുക, ബുക്കിംഗ് ഇന്നങ്ങ് എത്തും. നടക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, എപ്പോഴും ബസ്സുണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 10-15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. ഈ ഒരു കാർഡ് എടുത്ത് വെച്ചിരുന്ന കാർഡ് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. എല്ലാം ഫുൾ അടിപൊളി കാര്യങ്ങളാണ് കേട്ടോ. സ്വൈപ്പ് ചെയ്യുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കാണുമ്പം സൂപ്പറായിട്ട് തോന്നും. മെട്രോയൊക്കെ ഡ്രൈവറൊന്നും ഇല്ലല്ലോ. മെട്രോയൊക്കെ ഓടുന്നത് കാണാൻ എപ്പോഴും അത് ഫുൾ ഓരോ മെട്രോ, ഇപ്പം നമുക്ക് ബിന്താങ്ങിൽ പോകാനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മെട്രോ പോയെങ്കിൽ 10-15 മിനിറ്റിലും അടുത്ത മെട്രോ വരും. അപ്പോൾ അവിടെ ഭയങ്കര വെയിറ്റിംഗ് ടൈമൊന്നുമില്ല, ചിലപ്പം 5 മിനിറ്റിനുള്ളിൽ വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊള്ളുക. പിന്നെന്താ,
അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ 5 ദിവസം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങൾ വന്നിറങ്ങിയ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ പോയിട്ട് ഈ ചേട്ടനാണെങ്കിൽ ഞങ്ങളെ ട്വിൻ ടവറും പിന്നെ എവിടെ കൊണ്ട് കാണിച്ചു, എല്ലാ സ്ഥലങ്ങളും ഒന്ന് ജസ്റ്റ് കുറച്ചൊക്കെ മെട്രോയിൽ പെട്ടെന്ന് ആൾ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ആൾ ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ട് വിട്ടിട്ട് പോയി. അന്ന് പിന്നെ ഞങ്ങൾ നൈറ്റ് ഇറങ്ങിയിട്ടാണ് നമ്മൾ സ്ട്രീറ്റ് എല്ലാം കവർ ചെയ്തത്. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ബാത്തു കേവ്സ് പോയത്. ബാത്തു കേവ്സ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ 10 മണിക്കാണ് പോയത്, കുറച്ച് ലേറ്റായി. ബാത്തു കേവ്സ് പോകാനായിട്ട് ജസ്റ്റ് ഒരു മെട്രോ ഉണ്ട് കേട്ടോ ബാത്തു കേവ്സ് പോകാൻ. അത് ഇവിടെ നിന്ന് നമ്മൾ കെ എൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട് ബാത്തു കേവ്സ് പോകാനുള്ള മെട്രോ. അതിൽ കയറി പോവുക, തിരിച്ച് അതേപോലെ വരിക, അത്രേ ഉള്ളൂ. പിന്നെ ജെൻഡിങ് ഐലാൻഡ് പോയ സമയത്ത് തന്നെ നമ്മൾ ചിൻസ്യൂ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിൾ, അവിടെ കുറച്ച് പണികൾ നടക്കുകയാണ്, എന്നാലും അടിപൊളിയാണ് കേട്ടോ ആ ടെമ്പിളൊക്കെ കാണാൻ. അവിടെയും ഭയങ്കര ക്ലൈമറ്റാണ്, ക്ലൈമറ്റ് എന്നാൽ നല്ല തണുപ്പും നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല വ്യൂ പോയിൻ്റാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തത് ജെൻഡിങ് ഹൈലാൻഡ് പോയതാട്ടോ. പിന്നെ അവിടുത്തെ ആ ഒരു പ്ലേ സ്റ്റേഷൻ, അതിലൊന്നും ഞങ്ങൾ ഒന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. കെസിനോസ് കളിക്കുന്നവർക്ക് അത് അവിടെ വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതുപോലെ തീം പാർക്ക് കുട്ടികൾക്കൊക്കെ പോയാൽ അടിപൊളിയായിരിക്കും. ഒരു കാർഡ് എടുക്കുക, ജസ്റ്റ് 100 റിംഗിറ്റ് കൊടുത്ത് കാർഡ് എടുത്താൽ എല്ലാത്തിലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്കതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും നോക്കിയില്ല. പിന്നെ പുത്രജയ ഇന്ന് പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്, പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ഹറിബറി ആയിപ്പോവും. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരിക, റിട്ടേൺ ഗ്രാബ് എടുക്കാൻ നല്ല റേറ്റ് ആവും, അറൗണ്ട് 100 റിംഗറ്റ് ആവും. നമ്മൾ അങ്ങോട്ടും ഇവിടുന്ന് മേ ബി മെട്രോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായി പോകും. അഥവാ ലേറ്റായി പോയാലോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങളിന്ന് രാവിലെ ഒന്ന് കിൽ സിറ്റി മാളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, രാവിലെ 9:30. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ഓരോ വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇനി വരുന്ന വീഡിയോസിലിടാം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഫസ്റ്റ് ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്. ഇന്ന് 17-ാം തീയതിയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഡേറ്റ് നോക്കിയെന്താണെന്ന് വെച്ചാൽ 14 to 17 ആണ് നമ്മുടെ ഫ്ലൈറ്റ് റേറ്റ്. നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്യുമ്പം ഏറ്റവും റേറ്റ് കുറഞ്ഞത് നിങ്ങൾ നേരത്തെ തന്നെ നോക്കി വെക്കുക. അപ്പം ഞങ്ങൾ ആ ഒരു ജനുവരി ഒരു സീസൺ ടൈം കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ആ ചെക്ക് ചെയ്തപ്പം ഏറ്റവും കുറഞ്ഞ റേറ്റ് തോന്നിയത് 14 to 17 ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ട് അറൗണ്ട് 31,000 സംതിങ് അത്രേ വന്നുള്ളൂ. അത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരാൾക്ക് 7,000 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. അത് നല്ല റേറ്റാണ്. കാരണം വേറെ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ കുട്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ MDAC എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത്, ഇപ്പം ഞാൻ 14-ാം തീയതിയാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയത്. അപ്പോൾ അതിന് ഒരു ഒരു 2 ദിവസം മുന്നേ 14, 13, 12-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് നിങ്ങളുടെ MDAC ഫോം. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാവേ. എല്ലാ വീഡിയോസിൻ്റെ താഴെ ഞാനത് ഷെയർ ചെയ്യാം. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് 2 days മുന്നേ നമുക്കത് കാണിക്കുള്ളൂ, ഡിപ്പാർച്ചർ ഡേറ്റും ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ. 12-ാം തീയതി നോക്കുമ്പോഴേ ഞങ്ങളുടെ 14-ാം തീയതി ഉള്ള ആ ഡേറ്റ് കാണുള്ളൂ. അപ്പം അന്ന് തന്നെ രണ്ടുപേരുടെ ഡീറ്റെയിൽസും പാസ്പോർട്ട് ഡീറ്റെയിൽസും നമ്മുടെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അങ്ങ് കൊടുക്കുക. അപ്പം ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ഇനി എന്തെങ്കിലും ഞാൻ മറന്നോ, ഇനി എന്തെങ്കിലും വേണ്ടയോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ആധാർ, അത് നമുക്ക് ജസ്റ്റ് ഇമിഗ്രേഷൻ മീൻസ് നമ്മൾ വരുന്ന എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് കാണിക്കാം. അതിന് വേണ്ടി മാത്രം നമ്മുടെ ആധാർ എന്തെങ്കിലും എടുത്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. പിന്നെ പാസ്പോർട്ട്, പിന്നെ എല്ലാത്തിൻ്റെയും കോപ്പി, അതായത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി ആവശ്യമില്ല, ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നു. മേ ബി എന്തെങ്കിലും ആവശ്യം വരാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് MDAC കോപ്പി എടുത്ത് വെച്ചേക്കുക, പേപ്പറായിട്ട് തന്നെ. അതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ എല്ലാം ഫോണിൽ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ MDAC കോപ്പി എടുത്ത് വെക്കുക, ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കോപ്പി എടുത്ത് വെക്കുക, അത് മറക്കരുത്. അത് രണ്ടും എടുത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാവും. ചിലയിടത്ത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് അതൊക്കെ ചോദിക്കുന്നുണ്ട്, MDACയും കാര്യങ്ങളും ഹോട്ടലും തിരിച്ച് വരാനുള്ള റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കോപ്പീസും എടുത്ത് വെക്കുക. ഇത് 3ഉം മറക്കരുത്. ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്ക് ചെയ്തത്, MDAC, പിന്നെ പാസ്പോർട്ടിന് വേണമെങ്കിൽ എടുത്ത് വെച്ചോ, കുഴപ്പമില്ല. നമുക്ക് മേ ബി എന്തെങ്കിലും
ആവശ്യം വന്നാലോ. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഒരു ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് വെച്ചേക്കുക. പിന്നെന്താ, അപ്പോൾ ഇത്രയാണ്. ഞാൻ എന്താ മീഷോന്ന് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിൽ ഞങ്ങളുടെ ഈ ഒരു പേജിൽ ഞങ്ങൾ അടച്ചു വയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു സിബുണ്ട്, അതിൽ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഇതത്രയും ഞങ്ങളുടെ എന്താ പറയുക ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഹാൻഡ് ബാഗേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർ ഏഷ്യയിൽ 7 കിലോ ആണ്. നമ്മൾ തിരിച്ചു പോകുന്നത് സ്കൂട്ട് എന്ന് പറയുന്നൊരു ഇതിലാണ് കേട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് ഏർലി എടുത്തു. മറ്റേ എയർ ഏഷ്യ ആണെങ്കിൽ രാത്രിയാവും, രാത്രി 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ ഇന്നൊന്നും പക്ഷെ അതായിരുന്നെങ്കിൽ പുത്രജയ പോകാമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇതുവരെ കണ്ടതെല്ലാം വെച്ചിട്ട് നമ്മൾ ഹാപ്പിയാണ്. ഇനി ഒരിക്കലാവട്ടെ, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കൽ വരാം. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? കിളി പോയി. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള സ്കൂട്ട്, അതിൽ 10 kg ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 kg ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2 പേർക്ക് വേണ്ടി 6 കിലോ എക്സ്ട്രാ, മേ ബി എന്തെങ്കിലും ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും കൂടി കരുതിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ സിംഗപ്പൂർ ഒരു മണിക്കൂർ ലേ ഓവർ ഉണ്ട്. പക്ഷേ സിംഗപ്പൂർ ടെർമിനൽ 1 ലേ ഓവർ, ടെർമിനൽ 2 ആണ് കാണാൻ അടിപൊളി. അപ്പോൾ 6 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കൊണ്ട് സിംഗപ്പൂർ എത്തും. പിന്നെ അവിടെ കുറച്ച് നേരം 1 മണിക്കൂർ ഈ ഫ്ലൈറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ 1 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് 10 മണിക്ക് തന്നെ എത്തും. 10-10:15 ആകുമ്പോൾ എത്തും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ. ഫ്ലൈറ്റ് സ്കൂട്ട് നമ്മൾ റേറ്റ് നോക്കുക. റേറ്റ് ഞാൻ മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്പിലാണ് കേട്ടോ ഫ്ലൈറ്റ് നോക്കിയത്. അഗോദയിൽ നോക്കിയപ്പോൾ ഈ ഒരു കുറച്ച് റേറ്റ് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ കമ്പയർ ചെയ്തു, ഒരുപാട് ആപ്പുകളിൽ കമ്പയർ ചെയ്തു കുറച്ചുകൂടി. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനതിന് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിൽ ഞാനതിൻ്റെ ആൻസർ ചെയ്യാം. ഞാൻ ഒരു പാക്കേജും എടുത്തില്ല. ഞാൻ സ്വന്തമായിട്ട് ഇവിടെ മലേഷ്യ ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കണ്ടുപിടിച്ച് പോകുന്നതിൻ്റെ ഉള്ള സുഖം വേറെയാണ് കേട്ടോ. ഓരോ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് മെട്രോയിലേക്ക് ഈ ഒരു സ്റ്റേഷൻ ആ ഒരു സ്റ്റേഷൻ, അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. പാക്കേജ് എടുത്ത് പോയാൽ ജസ്റ്റ് ക്യാബിൽ കയറിയിരിക്കുക, പോവുക, വരിക, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ കണ്ടുപിടിച്ച് ഓരോ സ്ഥലങ്ങളായിട്ട് കണ്ടുപോകുമ്പോൾ ഉള്ളൊരു ഫീൽ വേറെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് അത്രയ്ക്കേ ഉള്ളൂ. മേ ബി നിങ്ങൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾ ഈ ഒരു ഫ്ലൈറ്റും ഇവർക്ക് കൊടുക്കുന്ന ഒരു 30,000 അപ്പോൾ തന്നെ 60 ആയി. മേ ബി ഒരു 15 കൂടി നിങ്ങൾ കയ്യിൽ കരുതേണ്ടി വരും, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും മേടിക്കാനും. പിന്നെ ബാക്കി 3 ദിവസം ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെ കുറച്ചിങ്ങനെ നടന്നു പോകുമ്പം ആ മെട്രോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്ട്രീറ്റ് പോലെ ഉണ്ട്. അത് ഫുള്ളി തമിഴ് ഹോട്ടലാണ് കേട്ടോ. തമിഴ് ആൾക്കാർ നടത്തുന്ന, മലയാളീസും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം 1-2 ഹോട്ടൽ അത്യാവശ്യം നല്ല ചീപ്പാണ്. അതായത് ഞങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക 15 റിംഗിറ്റ് 16 റിംഗിറ്റിനൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ചടുത്തായിട്ട് ഒരു കാരക്കുടി എന്ന് പറഞ്ഞിട്ട് അതൊരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയൊരു ഹോട്ടലാണ്. ബട്ട് എന്നാലും നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി, ചോറ്. ഇവിടെ മലേഷ്യ വന്നിട്ട് ഇതൊക്കെയാണോ കഴിച്ചതെന്ന് ചോദിക്കരുത്. കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവരുടെ ഫുഡ് നമ്മൾ മേടിച്ചാലും നമുക്ക് കഴിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. നമ്മളത് കളയേണ്ടി വരും. ഫുഡ് ടേസ്റ്റി ആണെങ്കിൽ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരുപാടൊന്നും ഇങ്ങനെയുള്ള ഓക്കെ നമുക്ക് ജപ്പാനീസ് ട്രൈ ചെയ്യാം, വെസ്റ്റേൺ ട്രൈ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി ട്രൈ ചെയ്ത് കൊടുക്കരുത്, പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാൻ പോയില്ല. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ KFC, പിന്നെ കുറച്ച് അങ്ങനെയുള്ളതൊക്കെ ട്രൈ ചെയ്തു, നൂഡിൽസ് അങ്ങനെയുള്ളതൊക്കെ. ഒത്തിരി നമ്മുടെ ടേസ്റ്റ് വിട്ട് പോകുമ്പം എന്നെക്കൊണ്ട് പേഴ്സണലി നമുക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. ഒട്ടുമിക്കവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മുടെ അവിടുത്തെ ആ ഒരു ഫുഡ് കൾച്ചറും ഫുഡും ഒക്കെ കഴിച്ച് വന്നിട്ട് ഇവിടെ വന്ന് അങ്ങനെ ചെയ്യുമ്പം കുറച്ച് പാടായിരിക്കും. പിന്നെന്താ, ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്ട്രീറ്റിലുണ്ട് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള. ഓരോ ദിവസം ഞങ്ങൾ ഓരോ ഹോട്ടലായിട്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചത് ജസ്റ്റ് എന്താ പറയുക ഇടിയപ്പം, ദോശ, അത് കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് വന്നിട്ട് ആ ഒരു സ്ട്രീറ്റിൽ തന്നെ ഫസ്റ്റ് ഷോപ്പ് തന്നെയാണ്. ജസ്റ്റ് 18 റിംഗിറ്റിനകത്തേ ആയിട്ടുള്ളൂ, അത്രേ ആവുള്ളൂ.
പിന്നെ ഞങ്ങൾ ഇവിടുത്തെ KFC-യിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഒരു 50 റിങ്കിറ്റൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് KFC-യിലൊക്കെ കയറിയാൽ മതി. ബാക്കിയെല്ലാം കുറച്ച് നല്ല ഇതാണ്. നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റായിട്ട് പോകണമെങ്കിൽ ഇങ്ങനെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഫുഡ് സ്ട്രീറ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞങ്ങൾക്കൊന്നും ട്രൈ ചെയ്യാൻ തോന്നിയില്ല. ഞങ്ങൾ ജസ്റ്റ് ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. ബാക്കി എല്ലാത്തിൻ്റെയും സ്മെല്ലൊക്കെ എൻ്റെ അമ്മേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആകെ ചിക്കൻ മാത്രം കഴിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കത് ജസ്റ്റ് കണ്ടു പോകാം, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഓക്കെ, നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ പറയുന്നത് മിനിമം ഒരു 500 റിങ്കറ്റ് കയ്യിൽ വേണം. ഈ ഒരു 1000 റിങ്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണം ഈ ഒരു മെയിനായിട്ട് നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്തത് മെട്രോയും, അതായത് നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് വരുന്നത് 10,000 രൂപ ഒരാൾക്ക്. അപ്പം ഞങ്ങൾക്കായിട്ടുള്ളത് ജസ്റ്റ് എന്താ പറയുക, 2 പേർക്കും കൂടി 60,000 രൂപയാണ് ഞങ്ങളിപ്പം. ബാക്കിയുള്ള കുറേ എക്സ്ട്രാ ചിലവുകൾ വരുമല്ലോ, എന്നാലും മാക്സിമം പോയാൽ 70, അതിനുള്ളിൽ നമുക്ക് നിർത്താൻ പറ്റും. 70-ന് നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ മലേഷ്യ വന്നിട്ട് പോകാം. മറ്റേത് നമ്മൾ പാക്കേജുകാരുടെ കൂടെ വരുമ്പം അത് ഒട്ടും ചീത്തയാണ്, അഴുക്കാണ്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. പക്ഷെ അതിലൊരു ഫ്രീഡം നമുക്ക് കുറവായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇറങ്ങിയ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അവരെവിടെ കൊണ്ടുപോകുന്നു അവിടെ പോകാനും നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഒരു റീസൺ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞൊരു ഹോട്ടൽ 3 സ്റ്റാർ ഹോട്ടലാണ് അവർ പറഞ്ഞത്. അത് ഭയങ്കര എന്താ പറയുക, എമൗണ്ട് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര ഇതായിട്ട് തോന്നി എനിക്ക്. ആ ഒരു ഹോട്ടൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ കാണിച്ച ഫസ്റ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പാക്കേജ് എടുത്ത് പോയേനെ കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് നിങ്ങൾക്ക് ഇൻഫിനിറ്റി പൂളുള്ളൊരു ഹോട്ടൽ എടുക്കുക കേട്ടോ. ഇത് ഈ ഒരു എമൗണ്ടിന് വിത്ത് ഇൻഫിനിറ്റി പൂളിൽ നമ്മൾ ഇറങ്ങാൻ തന്നെ വേറൊരു എക്സ്പീരിയൻസാണ്. ഈ ഒരു നൈറ്റും ഇറങ്ങുക, മോർണിംഗും ഇറങ്ങുക, പകലും ഇറങ്ങുക, നൈറ്റും ഇറങ്ങുക കേട്ടോ. അത് നല്ല രസമാണ്. ആ ഒരു പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു പൂളിൽ ഈ ഒരു എമൗണ്ട് വെച്ചാൽ അവർ പറഞ്ഞ എമൗണ്ടിൻ്റെ കുറച്ചൊരു ലിറ്റിൽ ബിറ്റ് കൂടുതൽ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അടിപൊളി ഒരു ലക്ഷറീസ് ഹോട്ടൽ തന്നെ കിട്ടി. നല്ല അടിപൊളി റൂമായിരുന്നു. ഭയങ്കര വലുതൊന്നല്ല, എന്നാലും കുഴപ്പമില്ല. 2 പേർക്ക് മാക്സിമം അടിപൊളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഓക്കെ, അടിപൊളിയായിട്ട് നിൽക്കാം. ഒരു 4 പേർക്കൊക്കെ സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അതിൽ. 3 പേർക്ക് ബെഡിലും കിടക്കാം. പിന്നെ അല്ലാത്തൊരു ആ ഒരു വിൻഡോ സൈഡിലൊരു ബെഡുണ്ട്, അത് സുഖമായിട്ട് 2 പേർക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഈ ഒരു ഹോട്ടൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. നമുക്ക് 100 റിങ്കറ്റ് നമ്മളിവിടെ ഒരു എന്താ പറയുക, അവരൊരു സെക്യൂരിറ്റി റീസണിന് വേണ്ടി വാങ്ങി, അത് നമ്മൾ ചെക്കൗട്ട് ചെയ്തപ്പോൾ തിരിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ശരി, അപ്പം ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് എന്താ പറയുക, ബസ് ടെർമിനലിലേക്ക് പോകണം, തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണം. അപ്പം ഞാൻ ഈ ഒരു ഹോട്ടലിനോടും മലേഷ്യയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ പോവാണ്. ഭയങ്കര ഹാപ്പി, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എല്ലാ വീഡിയോസും എവിടെ പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം. എല്ലാം ഇനി എഡിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. അതിലും വലിയൊരു മടി എനിക്ക് വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഹാപ്പി. ഇനി മലേഷ്യയിൽ വരുന്നവർക്കും വേറെ എവിടെയെങ്കിലും പോകുന്നവർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ജേണി. നിങ്ങൾക്ക് ഒരിടത്ത് ചെന്നാലും നിങ്ങൾ പേടിക്കാണ്ട് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു ദാറ്റ് ചേട്ടൻ, ലത്തീഫ് ചേട്ടൻ. കാരണം ആളാണ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ആൾക്ക് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. കാരണം ആൾ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.